ചില ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനും അനിൽ പനച്ചൂരാനും കൂടി ഇവിടെ ഒരു പടം ചെയ്തിട്ടിരിക്കുക. അപ്പോൾ അവിടെ ബീച്ചിൽ കുറേ പിള്ളേർ ഒന്ന് ഫോട്ടോ എടുത്ത് പിന്നെയും ഫോട്ടോ എടുത്ത് പുള്ളിക്കാരൻ പറഞ്ഞാൽ മതി ഇട്ടാന്ന് തോന്നി. അപ്പോൾ ഈ പിള്ളേർ ആ പുള്ളും വെച്ചാൽ അത് മൊത്തം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഡിലീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടാന്ന്. കുറേ സമയം പുള്ളി നിന്ന് കൊടുത്ത് ഇനി വേണ്ട മക്കളെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അടുത്ത അവൻ ചെയ്ത പരിപാടി ഇതാ, മുമ്പിൽ വെച്ചിട്ട് തൻ്റെ ഫോട്ടോയെ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ വിളിച്ചിട്ട് ഒരു നല്ല ഇട മക്കളെ ഇങ്ങനെ തന്നെ കാണിക്കണമെന്നുണ്ട്. അവിടെ വേറൊരു രസമുണ്ട്. അവിടെ ഞാൻ ചെല്ലുമ്പോൾ ഒരു ആർട്ടിസ്റ്റും നായികയുടെ അച്ഛനും കൂടി ഞാൻ ഹോട്ടലിൽ കയറി ചെന്ന് ഇടി റിസപ്ഷനിൽ ഉരുണ്ട് നടക്കണം. അത് കേസ് പറയാം. ഉരുണ്ട് നടന്നപ്പോഴേ ഞാൻ നോക്കുമ്പോൾ നായിക അമ്മയും കൂടി കവച്ച് വെച്ച് പോകണം ലൊക്കേഷനിലേക്ക് പോകാനായിട്ട്. വണ്ടി കയറാൻ അവർ അച്ഛനാണ് ഉരുണ്ട് കിടക്കുന്നത്. ഇതും കഴിഞ്ഞ് കൊണ്ടുവന്ന് അവിടെ ഞാൻ പോയി ചോദിച്ചപ്പോൾ ഇന്ന പോലെ വിഷയം രണ്ടുപേരും കൂടെ കള്ളു കുടിച്ചതാണ്. കള്ളു കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ രാഷ്ട്രീയം പറഞ്ഞ് ഇഷ്ടപ്പെടാതായപ്പോഴത്തേക്ക് കള്ള് കൊടുത്ത ആളാണ് മറ്റേ പുള്ളി. നായികയുടെ അച്ഛൻ കടിച്ച് ജീവിക്കിട്ട് ഇവിടുന്ന് അഴയിൽ അലക്കിയിട്ട് അങ്ങനെ തുണി പോലെ കിടക്കണത്, കീറിയിട്ട് ചുമന്ന തുണി തൂക്കിയിട്ടൊക്കെ പോലെ കിടക്കുന്നുണ്ട്. പിന്നെ ലൊക്കേഷൻ ചിലപ്പോൾ ഞാൻ പറഞ്ഞു അവർ ടീമാട്ടോ അവരിപ്പോൾ വരും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് ഞാൻ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. കാറിൽ നിന്ന് ഇത്ര ഒന്നുള്ള ഒരു സ്കൂട്ടർ എടുത്തിട്ട് നടക്കി. അപ്പോൾ എന്നോട് ഡയറക്ടർ വന്ന് അവനെ മറ്റവരെന്ന് പറഞ്ഞ് സോൾവ് ചെയ്യാൻ പറഞ്ഞു. ഒരു ടീം മൊത്തം വന്നേക്കെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് വാതിൽ തുറക്കുമ്പോൾ ഉണ്ടല്ല ഇതിവിടെ ഇട്ട് ഇൻ ചെയ്തേക്കണ ചേട്ടന്മാർ റിട്ടയർഡ് ആയതാണ്. തല്ലാൻ വന്നേക്ക് തല്ലിയിട്ടേ പോകുള്ളൂ. എല്ലാത്തിനും നല്ല ഷുഗറും ഉണ്ട്, എല്ലാ സെറ്റപ്പിൽ നിൽക്കുകയെ. ഞാൻ പറഞ്ഞു ഞാൻ ചിരിച്ചിട്ട് പോയിട്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, അത് തല്ലൊന്നുമില്ല. അവർ വൈകുന്നേരത്തെ ഒരു മധുരമായിട്ടൊരു ചായ കൊടുത്താൽ മതി, എല്ലാവരും ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ഏത് സിനിമയിലാണ് വിനയ് ഫോട്ടോ എല്ലാം ഉണ്ട്, നമ്മളെല്ലാം ഉണ്ട്. വിനയ് ഫോട്ടോ ആക്ടറെ പറയും നീ എന്തൊക്കെ പറയുന്നു ചേട്ടാ സാധിച്ചിട്ട് ഒന്നും ഉണ്ടായിരിക്കണ്ട ചേട്ടാ, ഞാൻ ചെയ്തോ. ക്യാരക്ടർ ഇറങ്ങി പോകും ചേട്ടാ. നീ ഇതൊക്കെ ഇതെന്ന് അല്ല പിടിച്ച് ക്യാരക്ടർ അങ്ങ് സെറ്റ് ആയിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയും അല്ല വിനയ് നമുക്കിപ്പോൾ ഡയറക്ടർ ആക്ഷൻ പറഞ്ഞാൽ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു ചേട്ടാ. ഒന്നും ഉണ്ടായില്ല ചേട്ടാ. അതുപോലെ ഈ നോബി എപ്പോഴും പറഞ്ഞു ശിഖാമണി എന്ന് പറഞ്ഞൊരു സിനിമ. ശിഖാമണിയിൽ ഏതൊരു ആർട്ടിസ്റ്റ് മരിച്ചു കിടക്കണം. അപ്പോൾ എല്ലാവരും സൈലൻ്റ് ആയിട്ട് പിൻ ഡ്രോപ്പ് സൈലൻറ്റ്. അപ്പോൾ കോട്ടയം പ്രതിവേട്ടൻ മരിച്ചുപോയി. പ്രതിവേട്ടനും നോബി കൂടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ വാതിലിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നമ്മുടെ ചെമ്പം വിനോദ് ആക്ഷൻ ബോഡി കണ്ട് വിഷമിച്ച് ഇറങ്ങി വന്ന് നോക്കിയിട്ട് പോകണം. ഇപ്പോൾ ആക്ഷൻ എന്ന് പറഞ്ഞ് ചെമ്പൻ വിനോദ് ഇറങ്ങി വരും. ഈ ചെമ്പൻ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഈ പ്രതിവേട്ടൻ അറിയാണ്ട് സൈലൻ്റ് ആണല്ലോ ഒരു ഒച്ച. അതായത് അവൻ വരുന്നു എന്നുള്ള. അപ്പൊ ചിരിച്ച പിന്നെ ഏരിയ ഇത് 7 ടേക്കെന്തോ. ചെമ്പൻ വിനോദ് വരും, കോട്ടയം ചേട്ടൻ ഈ ഒച്ച കേൾക്കും, ഇതന്നെ ചിരി തുടങ്ങും. നോബി രക്ഷയില്ലേ ഇവിടെ. ഞാനും നോബിയും ദിലീപേട്ടനും കൂടി ഇങ്ങനെ ഇരിക്കുക. അപ്പം മേലിലെ ആൾക്കാർ വന്ന് നിൽക്കണ കാണാൻ. അപ്പോൾ അവിടെ നിന്ന് ഹലോ ഏതാ പടം? അപ്പോൾ നോബി പറഞ്ഞ് ലൈഫ് ഓഫ് ജോസ് കുട്ടി, ലൈഫ് ബോയ് സോപ്പ് കിട്ടിയെന്നാ. പിന്നെ ആ പടം ചെയ്യുന്നവരെ ദിലീപേട്ടന് പറയും ഇത് ഹിറ്റാവട്ടെ കേട്ടാ ലൈഫ് ബോയ് സോപ്പ് കിട്ടിയെന്ന്.